ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ വെർബ് ബി, ആ വെർബിന്റെ ഉപയോഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഏറെ പ്രത്യേകതകൾ ഉള്ള വെർബാണ് ബി എന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് മേ എന്ന വാക്ക് ബിയുടെ കൂടെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വാചകങ്ങളാണ്. നേരത്തെ നമ്മൾ കണ്ടതാണ് ഐ മേ ബി ഹാപ്പി, ഞാൻ ഒരുപക്ഷെ സന്തോഷമുള്ളവനായിരിക്കും. ഒരുപക്ഷെ നമുക്ക് ഉറപ്പില്ല. അപ്പൊ അതിന്റെ നെഗറ്റീവ് ഉണ്ട്. ഇതിന്റെ ചോദ്യം നമ്മൾ ചോദിക്കാറില്ല. മേ ഐ ബി ഹാപ്പി, മേ ഐ ബി അങ്ങനെ പറയാറില്ല. നമ്മൾ അതിന് പകരം വിൽ ഐ ബി ഹാപ്പി അതായിരിക്കും പറയുന്നത്. അപ്പോ ഇതിന്റെ നെഗറ്റീവ് പക്ഷെ പറയും ഐ മേ നോട്ട് ബി ഹാപ്പി, ഒരുപക്ഷെ ഞാൻ സന്തോഷമുള്ളവനായിരിക്കില്ല, ഒരുപക്ഷെ ഞാൻ സന്തോഷവാനായിരിക്കില്ല. ഐ മേ നോട്ട് ബി ഹാപ്പി. അപ്പൊ ഇതിന്റെ നെഗറ്റീവ് ഉപയോഗിക്കുള്ളൂ, ഇതിന്റെ ക്വസ്റ്റ്യൻ ഉപയോഗിക്കില്ല, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉപയോഗിക്കില്ല. ഓക്കെ, അപ്പൊ ഇതിന് ചോദ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് വിൽ ബി വെച്ചായിരിക്കും നമ്മൾ കണ്ടതാണത്, അതായിരിക്കും ഉപയോഗിക്കുന്നത്. ഒന്ന് നോക്കാം. ഐ മേ നോട്ട് ബി ഹാപ്പി, ഞാൻ ഒരുപക്ഷെ സന്തോഷവാനായിരിക്കില്ല. ഐ മേ നോട്ട് ബി സ്മാർട്ട്, ഒരുപക്ഷെ ഞാൻ സ്മാർട്ട് ആയിരിക്കില്ല. ഐ മേ നോട്ട് ബി പങ്ക്ച്വൽ, ഒരുപക്ഷെ ഞാൻ പങ്ക്ച്വൽ ആയിരിക്കില്ല. ഐ മേ നോട്ട് ബി കൈൻഡ്, ഒരുപക്ഷെ ഞാൻ ദയുള്ളവനായിരിക്കില്ല. ഒരുപക്ഷെ ഞാൻ കൂട്ടിച്ചേർക്കുന്നത് അതിന്റെ അർത്ഥം പിടികിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ പറയുന്ന വാചകത്തില് ഒരുപക്ഷെ എന്നുള്ള വാക്കില്ല അല്ലെ, പെർഹാപ്സ് അല്ലെങ്കിൽ സംടൈംസ് എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക ഒരുപക്ഷെ എന്നുള്ളതിന്. അപ്പൊ അത് തന്നെ പറയാം ഇംഗ്ലീഷിൽ പറയുമ്പോൾ. പക്ഷെ ഐ മേ നോട്ട് ബി ഹാപ്പി എന്ന് പറയുമ്പോൾ അർത്ഥം വരുന്നുണ്ട്. ഏതർത്ഥം? ഒരുപക്ഷെ എന്നുള്ള അർത്ഥം അവിടെ വരുന്നുണ്ട്. ഓക്കെ, വി മേ നോട്ട് ബി ഹാപ്പി, നമ്മൾ ഒരുപക്ഷെ സന്തോഷമുള്ളവരായിരിക്കില്ല. വി മേ നോട്ട് ബി സ്മാർട്ട്, ഒരുപക്ഷെ നമ്മൾ സ്മാർട്ട് ആയിരിക്കില്ല. വി മേ നോട്ട് ബി പങ്ക്ച്വൽ, ഒരുപക്ഷെ നമ്മൾ പങ്ക്ച്വൽ ആയിരിക്കില്ല. വി മേ നോട്ട് ബി കൈൻഡ്, ഒരുപക്ഷെ നമ്മൾ ദയുള്ളവരായിരിക്കില്ല. അതുപോലെ യു മേ നോട്ട് ബി ഹാപ്പി, യു മേ നോട്ട് ബി ഹാപ്പി, ഒരുപക്ഷെ നിനക്ക് സന്തോഷമായിരിക്കില്ല, ഒരുപക്ഷെ നീ സന്തോഷമുള്ളവനായിരിക്കില്ല. അർത്ഥം പിടികിട്ടിയാൽ മതി, നമ്മൾക്ക് ഉറപ്പില്ല. മേ നോട്ട് ബി ഹാപ്പി, മേ ബി ഹാപ്പി ഓർ മേ നോട്ട് ബി ഹാപ്പി, ഒരുപക്ഷെ സന്തോഷമായിരിക്കും, ഒരുപക്ഷെ സന്തോഷമായിരിക്കില്ല. ഓക്കെ, യു മേ നോട്ട് ബി സ്മാർട്ട്, ഒരുപക്ഷെ നീ സ്മാർട്ട് ആയിരിക്കില്ല. യു മേ നോട്ട് ബി പങ്ക്ച്വൽ, നീ ഒരുപക്ഷെ പങ്ക്ച്വൽ ആയിരിക്കില്ല. യു മേ നോട്ട് ബി കൈൻഡ്, ഒരുപക്ഷെ നീ ദയുള്ളവനായിരിക്കില്ല. അതുപോലെ ഹി, ഷീ, ദേ, ഇതൊക്കെ നമുക്ക് പറയാം. നമുക്ക് ഈ വാക്ക് വെച്ച് നോക്കാം. ഇറ്റ് മേ നോട്ട് ബി എ സക്സസ്, ഒരുപക്ഷെ അത് വിജയമായിരിക്കില്ല. ഇറ്റ് മേ നോട്ട് ബി എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്, ഒരുപക്ഷെ അതൊരു വലിയ നേട്ടമായിരിക്കില്ല. ഇറ്റ് മേ നോട്ട് ബി എ ഫെയിലിയർ, ഒരുപക്ഷെ അതൊരു പരാജയമായിരിക്കില്ല. ഓക്കെ, അപ്പൊ ഈ വിൽ ബിയും മേ ബിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി എളുപ്പം. വിൽ ബി എന്ന് പറയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് ഉള്ള ഒരു കാര്യം പറയാം. ഐ വിൽ ബി ഹാപ്പി, ഞാൻ സന്തോഷവാനായിരിക്കും. ഐ മേ ബി ഹാപ്പി, ഒരുപക്ഷെ ഞാൻ സന്തോഷമുള്ളവനായിരിക്കും, ഉറപ്പില്ല. ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ മേ ബിയുടെ ഉപയോഗം നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ എപ്പോഴും വിൽ ബിയും മേ ബിയും തമ്മിലുള്ള ആ ഡിഫറൻസ് മനസ്സിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം. അപ്പൊ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ അർത്ഥം പിടികിട്ടും. ഓക്കെ, ഐ വിൽ ബി പങ്ക്ച്വൽ, ഞാൻ പങ്ക്ച്വൽ ആയിരിക്കും. ഐ മേ ബി പങ്ക്ച്വൽ, ഒരുപക്ഷെ ഞാൻ പങ്ക്ച്വൽ ആയിരിക്കും, ഉറപ്പില്ല. ഐ വിൽ ബി പങ്ക്ച്വൽ, ഞാൻ പങ്ക്ച്വൽ ആയിരിക്കും, സമയകൃത്യത ഉള്ളവനായിരിക്കും. ഐ മേ ബി പങ്ക്ച്വൽ, ഉറപ്പില്ല, ഒരുപക്ഷെ ആ സമയത്ത് വരും അല്ലെങ്കിൽ സമയത്ത് വരില്ല. അതുപോലെ ഹി മേ ബി പങ്ക്ച്വൽ, ഒരുപക്ഷെ അവൻ പങ്ക്ച്വൽ ആയിരിക്കും, ഉറപ്പില്ല. ഹി വിൽ ബി പങ്ക്ച്വൽ എന്ന് പറയുമ്പോൾ അവൻ പങ്ക്ച്വൽ ആയിരിക്കും, മറ്റേതങ്ങനെ പങ്ക്ച്വൽ ആയേക്കും, ആ അർത്ഥത്തിലാണ്. ഓക്കെ, അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണേ. എപ്പോഴും പറയുന്നത് പോലെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. പ്രാക്ടീസ് ചെയ്താണ് നമ്മൾ ഇതിന്റെ അർത്ഥമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറുന്നത്. ഓക്കെ, പിന്നെ വെർബിന്റെ ലിസ്റ്റ് വരുന്നുണ്ട്. ലിസ്റ്റിലുള്ള കുറച്ച് വാക്കുകൾ എല്ലാ ദിവസവും പഠിക്കാൻ നോക്കുക. അതിൽ കൂടുതൽ വാക്കുകൾ പഠിക്കാം, മറ്റു വാക്കുകളൊക്കെ ഓരോ ദിവസവും പുതുതായിട്ട് പഠിക്കാൻ നോക്കുക. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം,
പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷിൽ എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000-ലധികം വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. നമ്മൾ വെർബിന്റെ ആദ്യത്തെ ലിസ്റ്റ് എടുക്കുകയാണ്. അതിൽ ആദ്യത്തെ 15 വെർബ്സ് നോക്കുക. അതില് പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, ആ വെർബ്സ് 3 ഒരേപോലെ ഇരിക്കുകയാണ് അല്ലേ. നമ്മള് ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. കാരണം നേരത്തെ കണ്ടതുപോലെ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ ഇരിക്കും എല്ലാ വെർബ്സിന്റെയും. അപ്പൊ ഉദാഹരണമായിട്ട് കട്ട്, അതിന് പ്രസന്റ് ഫോമില് സിംഗുലർ ഉണ്ട്, കട്ട്സ് ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? മുറിക്കാറുണ്ട് അല്ലെങ്കിൽ മുറിക്കുന്നു. പാസ്റ്റ് ഫോമും കട്ട് തന്നെയെന്നാണ്, പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട്, മുറിച്ചു. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്, അത് കട്ട്, അർത്ഥം മാറി മാറി വരും. അപ്പൊ ഞാനിനി 3 ഫോംസേ വായിക്കുള്ളൂ. അപ്പൊ പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പുട്ട്, പുട്ട്, പുട്ട്. ഞാൻ പ്രസന്റ് ഫോം സിംഗുലർ വായിക്കുന്നില്ല. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. പുട്സ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അർത്ഥം ഒന്ന് തന്നെ, ഇടാറുണ്ട് അല്ലെങ്കിൽ ഇടുന്നു. എല്ലാത്തിലും അതുപോലെ തന്നെ വായിക്കണേ. ഷട്ട്, ഷട്ട്, ഷട്ട്. ലെറ്റ്, ലെറ്റ്, ലെറ്റ്. കിറ്റ്, കിറ്റ്, കിറ്റ്. ബെറ്റ്, bet, bet. Hit, hit, hit. Split, split, split.
set, 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 heard, 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 spread, 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 host, 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 telecast, 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 broadcast, 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 burst, burst, burst. ഇതിന്റെ പ്രത്യേകതകൾ എന്താണ്? ഈ 15 വെബ്സിന്റെയും പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഒരേപോലെ ഇരിക്കുന്നു, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം, പക്ഷെ അർത്ഥം വ്യത്യാസം ഉണ്ടെന്ന് മറക്കരുത്. ഇനി അടുത്തുള്ള വെബ്സ് ഒക്കെ ഡിഒ ഇഡിഒ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. കോൾ, കോൾഡ്, കോൾഡ്, പ്ലേ, പ്ലേഡ്, പ്ലേഡ്, വാക്ക്, വാക്ഡ്, വാക്ഡ്, പ്രേ, പ്രേഡ്, പ്രേഡ്, ക്ലീൻ, ക്ലീൻഡ്, ക്ലീൻഡ്, jump, jumped, jumped, close, closed, closed, open, opened, opened, study, studied, studied, lie, lied, lied, help, helped, helped, respect, respected, respected, accept, accepted, accepted, ask, asked, asked.